ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ ഹമാസ് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അറബ് വംശജനായ ഹംസ അൽ സായിദിനി ഹമാസിന്റെ തടവിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ സൈന്യവും സുരക്ഷാ ഏജൻസിയായ ഷിൻബിറ്റും ഹംസ അൽ സായിദിനിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ റാഫയിലെ തുരങ്കത്തിൽ നിന്നാണ് ഹംസ സിയാദിന്റെയും പിതാവ് യൂസഫ് സിയാദിന്റെയും മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. തിരിച്ചറിയാനാകാത്ത വിധം ഹംസയുടെ മൃതദേഹം നശിച്ചുപോയിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് സൈന്യം ഹംസയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും മരണവാർത്ത ഹംസയുടെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലെ കിബുട്സ് ഹോളിറ്റിൽ നിന്ന് 22 വയസ്സുള്ള ഹംസ സിയാദിനെയും പിതാവ് 53-കാരനായ യൂസഫ് സിയാദിനെ, സഹോദരൻ 18 വയസ്സുകാരൻ ബിലാൽ സിയാദിനെ, സഹോദരി ഐഷ സിയാദിനെ എന്നിവരെയാണ് ജോലി ചെയ്യുന്നതിനിടയിൽ ഹമാസ് ഭീകരർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. 50 ദിവസത്തിനു ശേഷം സഹോദരങ്ങളായ ഐഷയും ബിലാലും നവംബർ 30 മോചിതരായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ ഹംസ പിതാവ് യൂസഫിനൊപ്പം ഹോളിറ്റിലെ പശുത്തൊഴുത്തിലാണ് ജോലി ചെയ്തിരുന്നത്. യാദൃച്ഛികമായാണ് അന്ന് സഹോദരങ്ങളും ജോലിക്ക് കൂടെ ചേർന്നത്. അറബ് മുസ്ലിം ആണെന്നറിഞ്ഞിട്ടും തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതെന്ന് മോചനത്തിനു ശേഷം സഹോദരൻ ബിലാൽ വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.